അഡ്വക്കേറ്റ് ബൽദേവ്, ഇവിടെ സമയക്രമം ഏകീകരിക്കുകയായിരുന്നു എന്നുള്ള പുതിയ ന്യായവാദമാണല്ലോ എക്സൈസ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ കണക്കുകൾ പറയുന്നത് പോലെ 2016 മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ബാറുകൾക്ക് ലൈസൻസ് അനുവദിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ മദ്യലഭ്യത പരമാവധി ഉറപ്പാക്കുക എന്നുള്ളൊരു നയം സർക്കാർ പിന്തുടരുന്നുണ്ട്. ഇവിടെ ടൂറിസം വികസനം എന്ന് പറയുമ്പോഴും നമ്മുടെ പാനലിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ടൂറിസം വികസനത്തിന് മറ്റെന്തെല്ലാം മാർഗങ്ങളുണ്ട്. തെരുവുനായ്ക്കളുടെ ശല്യം കൊണ്ട് പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥ, സാധാരണക്കാരുടെ ജീവൻ നിരത്തുകളിൽ പൊലിയുന്ന അവസ്ഥ. അപ്പോൾ അതൊക്കെ മാറ്റിവെക്കാതെ അല്ലെങ്കിൽ അതൊന്നും നേരെയാക്കാൻ ശ്രമിക്കാതെ ഈ മദ്യലഭ്യത, ഇതാണ് ഞങ്ങളുടെ ടൂറിസം വികസനം എന്ന് പറയുന്നതിൽ എത്ര ഉത്തരവാദിത്വ ബോധമാണ് ഒരു സർക്കാരിനുള്ളത്? തെരുവുനായി തന്നെ നമുക്ക് തുടങ്ങാം. ഞാൻ ഡൽഹിയിൽ വല്ലപ്പോഴൊക്കെ പോകുന്ന ആളാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത് ഡൽഹിയിൽ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന പട്ടികളൊക്കെ ഉടനെ പിടിക്കണമെന്ന് പറഞ്ഞൊരു ഓർഡറുണ്ട്. അത് അവസാനം ഡൽഹി ഗവൺമെന്റായിട്ട് അപ്പീൽ കൊടുത്ത തൽക്കാലത്തേക്ക് അത് മാറ്റിവെച്ചിരിക്കും. അല്ല, സുപ്രീം കോടതി മറ്റൊരു കാര്യം കൂടി പറയുകയുണ്ടായി. അത് എല്ലാ സംസ്ഥാനങ്ങളെയും ബാധിക്കത്തക്ക തരത്തിലാണ്. ഇനി തെരുവ് നായ്ക്കൾക്ക് കൗൺസിലിംഗ് മാത്രമേ നൽകാൻ ബാക്കിയുള്ളൂ എന്നുള്ളതും പറയുകയുണ്ടായി. നിശിതമായ വിമർശനം തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അല്ലാതെ അത് ഡൽഹിയിലെ സാഹചര്യം മാത്രം പരിശോധിച്ചുകൊണ്ടല്ല, സംസ്ഥാന സർക്കാരുകളോട് മറുപടി തേടിക്കൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി അത് പറഞ്ഞത്. ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ് ജന്തർ മന്ദിർ, കേരള ഹൗസ് ഒക്കെ നിൽക്കുന്ന ഭാഗമാണ്. അതുവഴി ഒരു ദിവസമെങ്കിലും നടന്നിട്ടുള്ളവര് ഇതിനെ കുറിച്ച് പറയത്തില്ല. നമ്മുടെ 4 വഴിക്ക് പട്ടി അതിരിക്കുന്നത് ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ സമരങ്ങളും നടക്കുന്ന, അവിടെ ഗവൺമെന്റ് മുന്നിൽ സമരം ചെയ്യാൻ പറ്റില്ല. ജന്തർ മന്ദിറിൽ ആരൊക്കെ സമരം ചെയ്യാൻ പറ്റും? കേരള ഹൗസിന്റെ മുന്നിലാണ്. അവിടെയൊക്കെ 4 വഴിക്കും നമുക്ക് പട്ടി നിൽക്കാം. അത് അവിടെ നിൽക്കട്ടെ. അതോടൊപ്പം നമ്മുടെ തിരുവനന്തപുരത്തെ മ്യൂസിയം, അവിടെ എത്രമാത്രം ആൾക്കാരാണ് രാവിലെ നടക്കാൻ, സവാരിക്കായി ഇറങ്ങുന്നത്. അതിനകത്ത് മ്യൂസിയത്തിനകത്ത് നായ്ക്കളുടെ കടിയേറ്റവരുണ്ട്. ഞാൻ പറയട്ടെ വേണ്ടി, ഞാൻ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള, ഞാനും അതിന് ഈ പട്ടികളെല്ലാം എന്ത് കാര്യം മനുഷ്യർക്ക് നമുക്കറിയാം. ഇവിടെ ഒരു ഉപദ്രവമില്ലാത്ത പശു, ആട്, കോഴി, ഇതിനെല്ലാത്തിനും നമ്മൾ ആഹാരം കഴിക്കുന്നു, കൊല്ലുന്നു. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപദ്രവമുള്ള പട്ടി മാത്രമേ കൊല്ലാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ബഹുമാനപ്പെട്ട ഉല്ലാസക്കാരൊക്കെ നല്ലപോലെ അറിയാം. കാര്യം ഇതിന്റെ പിന്നിൽ ചില വലിയ ലോബികളുണ്ട്. കഴിഞ്ഞ വർഷത്തെ കച്ചവടം, ഈ ആന്റി റാബീസ് വൈറസിന്റെ കച്ചവടം 15,000 കോടിയാണ്. അതിനകത്ത് ഏറ്റവും കുറഞ്ഞ 7,500 കോടി രൂപ ലാഭം. ഈ പൈസ എവിടേക്കാണ് ചെല്ലുന്നത്? അത് പരസ്യമായിട്ട് പറയുന്നത് ക്വാർട്ടർ ഇഷ്യൂ ആകുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പറയുന്നില്ല. ഈ പൈസ എവിടേക്കൊക്കെ ചെല്ലുന്നത്? 15,000 കോടി രൂപയുടെ മരുന്നാണ് കഴിഞ്ഞ വർഷം ആന്റി റാബീസ് വൈറസ് വിറ്റത്. അതവിടെ നിൽക്കട്ടെ എന്ന് പറയുമ്പോഴും അതൊക്കെ അറിയാമെങ്കിൽ നമ്മുടെ ഇവിടുത്തെ സംസ്ഥാനത്തെ തദ്ദേശ ഭരണങ്ങൾ എന്താണ് ചെയ്യുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യുന്നത്? മദ്യംകരണം ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ? ഇവയെ പുനരധിവസിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുനഃക്രമീകരണം നടത്തുന്നുണ്ടോ? നമ്മുടെ വിഷയം അതല്ല, നമ്മൾ അതിൽ ചർച്ച. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ മൊത്തമല്ല. ഞാൻ വരട്ടെ, ഞാൻ അതിലേക്ക് വരും. ഇവിടെ ബാറിന്റെ സമയ ഏകീകരണത്തെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ തൊട്ടടുത്ത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സ്റ്റേറ്റിൽ രാവിലെ 9 മണി മുതൽ രാത്രി 12 മണി വരെ അവിടെ 5 ലക്ഷം രൂപയുള്ള ഫീസ്, ഇവിടെ 35 ലക്ഷം രൂപയാണ്. ആന്ധ്രാപ്രദേശ് BJP കൂടെ ചേർന്ന് ഭരിക്കുന്നു, അവിടെ 9 മുതൽ രാത്രി 12. അതെല്ലാം പോട്ടെ, മഹാരാഷ്ട്ര BJP നേരിട്ട് ഭരിക്കുന്നു. 9 മണി മുതൽ രാത്രി 1:30 മണി വരെയാണ് അവരുടെ ടൈം. അതിനുശേഷം സ്പെഷ്യൽ ഡേയ്സിൽ രാവിലെ 5 മണി വരെ. ഇപ്പോഴടിച്ച് നോക്കൂ, ഉല്ലാസമായിട്ട് നോക്കാം, മൊബൈലിൽ നോക്കിയാൽ മതി. 9 മണി മുതൽ 1:30 വരെ റെഗുലർ ടൈമും 9 മണി മുതൽ 5 മണി വരെ സ്പെഷ്യൽ ഡേയ്സിലും BJP ഭരിക്കുന്നു. നേരത്തെ BJP സഖ്യകക്ഷി, ഇപ്പൊ BJP നേരിട്ട് ഭരിക്കുന്നു. അവിടെ ഡ്രൈ ഡേ എന്ന് പറയുന്ന 2 ദിവസമുള്ള ഇൻഡിപെൻഡൻസ് ഡേയും സ്വാതന്ത്ര്യം, റിപ്പബ്ലിക് ഡേയും. ബാക്കി ദിവസങ്ങളിലൊന്നുമില്ല. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇത് കേരളത്തിലെ മാത്രം ഒരു പ്രതിഭാസമൊന്നുമല്ല. കേരളത്തിൽ പിന്നെ ബാറുകളുടെ എണ്ണം പറഞ്ഞു. ബാറുകൾ 26 എന്ന് പറഞ്ഞാൽ 2016 ശരിയാണ്. 2015 അതിന് തൊട്ട് മുമ്പ് കോൺഗ്രസ് ഗവൺമെന്റ് പോകുമ്പോൾ 727 ബാറുണ്ടായിരുന്നു. ഞാൻ അവരുടെ തമ്മിലടിയിലേക്ക് പോകുന്നില്ല. 727 ബാറായിരുന്നു 2016 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് പോകുമ്പോഴുണ്ടായിരുന്നു. അത് പിന്നെ അവർ തമ്മിലുള്ള തർക്കം കൊണ്ട് 3 സ്റ്റാർ ഇല്ലാത്തത് നിരോധിച്ചു. ഇപ്പൊ 3 സ്റ്റാർ എന്റെ വാർഡിൽ തന്നെ, ഞാനൊരു ഗ്രാമപ്രദേശത്ത് താമസിക്കുന്നത്, എന്റെ വാർഡിലുണ്ട് ഒരു 4 സ്റ്റാർ ബാർ. അപ്പൊ ശരിയാണ്, വളരെയധികം ബാറുകൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം ഇത് 29 ഇന്ന് 1000 വന്നതല്ല, 727 ആയിരുന്നു 2015 ഇവിടുത്തെ ബാറുകളുടെ എണ്ണം. ഞാൻ അവിടെ നിൽക്കട്ടെ. ഇവിടെ ഈ ബാറുകളുടെ സമയം ഏകീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് 1 മണിക്കൂർ രാവിലെ നീട്ടിയത് കൊണ്ടോ രാത്രി 1 മണിക്കൂർ നീട്ടിയത് കൊണ്ടോ ഒന്നും ഇതിനകത്ത് കുടിയന്മാരുടെ എണ്ണം വർദ്ധിക്കുകയോ കുടിക്കുന്ന ശേഷിയൊന്നും വർദ്ധിക്കുകയോ കൂടുകയോ കുറയുകയോ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഇവിടെ ബെവ്കോയുടെ കാര്യം പറഞ്ഞു. ബെവ്കോയ്ക്കകത്ത് മദ്യം അവിടെ കുപ്പിക്കണക്കിന് കുടിക്കുകയാണ്. അവിടെ ഇരുന്ന് കുടിക്കാനുള്ള അനുവാദമൊന്നുമില്ല. അതും മറ്റ് സ്റ്റേറ്റിലുണ്ട്. മറ്റ് സ്റ്റേറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ബെവ്കോയോട് ചേർന്നൊരു റൂമുണ്ട്. ആ പോയിട്ടുള്ളവർക്ക് അറിയാം. മറ്റ് സ്റ്റേറ്റുകളിൽ പോയിട്ടുള്ളിടത്ത് എവിടെ ഇങ്ങനെ സിവിൽ സപ്ലൈസ് ഉണ്ട്. ഡൽഹിയിലുണ്ടത്.
അതിനോട് ചേർന്ന് ഒരു റൂമുണ്ട്. ആ റൂമിൽ ഇരുന്നുകൊണ്ട് മദ്യപിക്കാനുള്ള സൗകര്യം അവിടെ മുട്ട ഓംലെറ്റും മറ്റു കാര്യങ്ങളോ കൊടുക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ അത് ചെയ്യുന്നുണ്ട്. ഒക്കെ ഇതുപോലുള്ള സിവിൽ സപ്ലൈസിനോട് ചേർന്ന് അവർക്കുള്ള സമയം കൊടുക്കുന്നു. അപ്പൊ അതിനോടൊന്നും ഞാൻ പോകുന്നില്ല. അപ്പൊ ഇത് ശരിയാണ്, ഗുജറാത്തിൽ അത് ഡ്രൈ സ്റ്റേറ്റ് ആണ്, അവിടെ മദ്യം അനുവദിച്ചിട്ടില്ല. മറ്റ് BJP ഭരിക്കുന്ന മിക്ക സംസ്ഥാനങ്ങളിലും മദ്യം യഥേഷ്ടം ഒന്നുണ്ട്. അവിടെ എന്താ മഹാരാഷ്ട്രയിൽ അവർ പറഞ്ഞെന്താ ഏറ്റവും വലിയ ബിസിനസ് ആണ് അവിടെ. പൂനെ പോലുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ ബോംബെയിലൊക്കെ സ്ഥലങ്ങളിൽ പലയിടത്തും ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെയും മദ്യം വിളമ്പുന്നത്. അപ്പൊ അവിടെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്, ഒന്ന് ബിസിനസ്, മറ്റൊന്ന് ടൂറിസം. പിന്നെ ഇവിടെ ടൂറിസ്റ്റുകാരുടെ കാര്യം പറഞ്ഞു. 2025 റെക്കോർഡ് 2,58,80,365 പേരാണ് 2025 കേരളത്തിലേക്ക് വിദേശ ടൂറിസ്റ്റുകളും ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളായിട്ട് വന്നത്. സർവ്വകാല റെക്കോർഡാണ്. 2.5 കോടിയിൽ കൂടുതൽ ആൾക്കാർ ഒരു വർഷം കേരളം സന്ദർശിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവരെ സംബന്ധിച്ച് വളരെ കൂടുതൽ അവർക്ക് പുറത്തുനിന്ന് വരുന്ന പലരും നമുക്കറിയാം. ഇപ്പോ മലയാളി ഓണത്തിന് കുടിച്ചു തീർക്കുന്നതും സർവകാല റെക്കോർഡ് തന്നെയാണല്ലോ ഓരോ വർഷവും. തീർച്ചയായിട്ടും അതും അവരോട് നമ്മൾ സമയം മാറ്റിയെന്ന് വിചാരിച്ച് മദ്യം അവരെന്താ ചെയ്യുന്നത്? ഇവിടെ സമൂഹത്തിന് നേരെ ഉയരുന്ന ചില അപകടങ്ങളില്ലേ, രാത്രി 12 മണിക്ക് മദ്യവും കഴിച്ചിട്ട് ഇറങ്ങുന്ന ഒരു വ്യക്തി, അയാളൊരു കുടുംബസ്ഥനായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെല്ലാം രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സാഹചര്യമാണ്. അത് മാത്രമല്ല, രാത്രി 12 മണിക്ക് മദ്യം ഉപയോഗിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നവരെയെല്ലാം പോലീസ് വാഹന പരിശോധന അടക്കം നടത്തുമോ? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മദ്യപാനിയാണെങ്കിൽ ഞാൻ അത് സ്വയം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്താ, എന്റെ കുടുംബമുണ്ട്, ഞാൻ പുറത്ത് ശല്യം ഉണ്ടാക്കരുത്. അതൊന്നും ഇത് 11 മണിക്ക് മദ്യം നിർത്തിയാൽ ഇവർക്ക് വാങ്ങിച്ചുകൊണ്ട് പുറത്ത് ഇപ്പോഴാണ് അങ്ങനെയാണ് നടക്കുന്നത്. മദ്യഷാപ്പിൽ നിന്നും വെബ്കോയിൽ നിന്നൊക്കെ ആൾക്കാർ മദ്യം വാങ്ങിച്ച് റോഡ് സൈഡിലും കടകളിലും കനാലിന്റെ സൈഡിലും വയലിലും ഒക്കെ എല്ലാവരും മദ്യപിക്കുകയാണ്. അപ്പൊ അരമണിക്കൂർ മാറ്റി കൊടുത്തോണ്ട് വിചാരിച്ച് മദ്യം പരിപൂർണമായി നിരോധിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മദ്യം ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ളത് ഒരു വ്യക്തി സ്വയം തീരുമാനിക്കേണ്ടതാണ് എന്ന് പറയുമ്പോൾ, അവന് ഏത് നിമിഷവും മദ്യം വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിന്റെ ലഭ്യത ഞങ്ങൾ ഇങ്ങനെ നൽകിക്കൊള്ളാം എന്ന് പറയുന്നതാണ്. ഇത് തന്നെയാണ് തെരുവ് നായ്ക്കളുടെ കാര്യത്തിൽ സുപ്രീം കോടതിയും പറഞ്ഞത്. ഇനി തെരുവ് നായ്ക്കൾക്ക് കൗൺസിലിംഗ് മാത്രമേ നൽകാൻ ബാക്കിയുള്ളൂ എന്ന്.